ചൂടായ കുക്കറിലേക്ക് എന്തെങ്കിലും ഒരു ഓയിൽ, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെ ചേർക്കാം. ഗ്രാമ്പൂ ഇല്ല, ഏലക്ക, പട്ട ചേർത്തിട്ടുണ്ട്. വലിയുള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച സാധനം ഇതിലേക്ക് ചേർത്തതിന് ശേഷം അതും ഒന്ന് വഴറ്റി കൊടുക്കും. വഴന്ന ശേഷം നമ്മൾ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് മഞ്ഞൾ എന്തായാലും ചേർക്കണം. ബാക്കി മസാലകൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. മുളക് പൊടി എന്തായാലും ചേർക്കണ്ട. മല്ലിപ്പൊടി, ബിരിയാണി മസാല ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വഴറ്റാം. അതിനുശേഷം ഒരു 2 തക്കാളി അല്ലെങ്കിൽ ഒരു 1.5 തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൃത്യമായൊരു കണക്കില്ലാണ്ട് ഒരു ഏകദേശ കണക്കിൽ ഞാനൊരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമായിരിക്കണം ചേർക്കുന്നത്. അത് അരിക്ക് മേലെ കയറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ച കയമ അരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഏതരിയാണെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ചും ഉപ്പും കൂടെ ഇട്ടിട്ട് വിസിലൂരിയ ശേഷം കുക്കർ അടച്ച് വെക്കുക. മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. അത് കുക്കർ വിസിലടിക്കാൻ പറ്റാണ്ട് മൂക്കുന്ന് പുക വിടുന്ന സമയത്ത് തുറന്ന് നോക്കുക, മുട്ട ചേർക്കുക, മിക്സ് ചെയ്യുക, കഴിഞ്ഞു പരിപാടി.